കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് കണ്ട് അങ്ങോട്ട് നോക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അതിനാണ് പഞ്ചേന്ദ്രിയങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയത്. അതിനാണ് പഞ്ചേന്ദ്രിയങ്ങളെ അള്ളാഹു നൽകിയത്. ഈ 5 കൊണ്ടും അള്ളാഹുവിനെ തൊടാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, കേൾക്കാനില്ല, ഒന്നുമില്ല. ഇതൊക്കെ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന് പറ്റിയതൊക്കെ ഈ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. കാണാൻ, കേൾക്കാൻ, തൊടാൻ ഒക്കത്തിനും പറ്റിയത്. അതാണ് സൃഷ്ടി. ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് ഇത് കൊണ്ട് അനുഭവിക്കാൻ പറ്റിയതാണ് സൃഷ്ടി. ഈ സൃഷ്ടികളൊക്കെ ആ സൃഷ്ടാവിലേക്കുള്ള മാധ്യമങ്ങളാ. ഇങ്ങനെ കാണാനും തൊടാനും അനുഭവിക്കാനും പടച്ചുറപ്പ് നമുക്ക് സംവിധാനിച്ച സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും തൊടാൻ സുഖമുള്ള, കാണാൻ ചന്തമുള്ള, കേൾക്കാൻ ഹരമുള്ള, ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സൃഷ്ടി മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ അറബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ أبدا على حبيبك خير الخلق كلهم. പടച്ചറബെനിക്ക് കണ്ണു തന്നിട്ട് എന്റെ കണ്ണുകൊണ്ട് ഇതെല്ലാം കാണാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് കണ്ണുകൊണ്ട് ഞാനൊന്നിനെ കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, എനിക്കതിനോട് ഇഷ്ടം വരാൻ സാധ്യതയുണ്ട്. കാരണം അതിന് ഭംഗിയുണ്ട്. അവളെ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടത് അവളുടെ ഭംഗി കണ്ടിട്ടാണ്. അത് കേട്ടിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയത് ആ ശബ്ദത്തിന്റെ രുചി കൊണ്ടാണ്, മാധുര്യത്തെ കൊണ്ടാണ്. ആ രുചിച്ച സമയത്ത്, ആ മണത്ത സമയത്ത് എല്ലാറ്റിലും ഞാൻ ലയിച്ചത് അതിലുള്ള രുചിയാണ്, സൗന്ദര്യമാണ്, ഹരമാണെങ്കിൽ ലോകത്ത് കണ്ടാൽ ഇത്ര വലിയ ഒരു സൗന്ദര്യം കാണാൻ വേറെയില്ല. കേട്ടാൽ ഇത്ര മധുരമുള്ള ശബ്ദം മറ്റൊരാൾക്കില്ല. ഒരത്തറിനും ഇല്ലാത്ത, ഒരോതിനും അമ്പറിനും ഇല്ലാത്ത സൗന്ദര്യമാണ്, സ്മെല്ലാണ് മുഹമ്മദ് മുസ്തഫ. മണങ്ങളുടെ കൂട്ടത്തിൽ, സുഗന്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സുഗന്ധം അവിടുന്നാണ്. ഇത്ര ലോലമായ, തൊടാൻ സ്പർശനത്തിന് പറ്റിയ ശരീരം മറ്റൊന്നില്ല. അത് അവിടുത്തെ കരങ്ങളാണ്, അവിടുത്തെ ശരീരമാണ്. ഇത്ര വലിയ ഒന്നും ഈ ഭൗതിക ലോകത്ത് ആസ്വദിക്കാൻ മറ്റൊന്നില്ല. ലോകത്ത് ഏറ്റവും ഭംഗി അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സൃഷ്ടി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൊടാൻ, കാണാൻ ഇതെല്ലാം അല്ലാഹു നമുക്ക് തന്ന കഴിവാണെങ്കിൽ നാം അതിലൊക്കെ ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കേണ്ടത് എനിക്കൊരു തവണയെങ്കിലും ഈ കണ്ണുകൊണ്ട് കാണാൻ നീ സംവിധാനിച്ച ആ സൗന്ദര്യത്തെ ഒന്ന് കാണണം അല്ലാഹ്. ഈ കരങ്ങളെ കൊണ്ട് ആ ശറഫാക്കപ്പെട്ട ശരീരം അവിടുത്തെ കൈയൊന്ന് തൊടണം അല്ലാഹ്. അവിടുത്തെ കാലിലൊന്ന് സ്പർശിക്കണം അല്ലാഹ്. എന്റെ കൊതി അതാണ്. എനിക്ക് അവിടുത്തെ സുഗന്ധമൊന്ന് ആസ്വദിക്കണം, എനിക്ക് അവിടത്തേക്കൊന്ന് നടന്നു പോകണം, എനിക്ക് അവിടുത്തെ പുന്നാരമൊന്ന് കാണണം. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടന്ന് സൃഷ്ടിയിലൂടെ സൃഷ്ടാവിലേക്ക് അടുക്കുമ്പോ ഏറ്റവും വലിയ സൃഷ്ടിയാണ്, ഏറ്റവും വലിയ സൃഷ്ടാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, ഏറ്റവും വലിയ സൃഷ്ടിയെയാണ് അതിന് ഉപയോഗപ്പെടുത്തേണ്ടത്. അതിന് അല്ലാഹു പറഞ്ഞയച്ചത് മുത്തുനബിയാണ് മുഹമ്മദ് മുസ്തഫ. നേരത്തെ ഞാൻ പറഞ്ഞു, പരിചയപ്പെടും മുമ്പ് നമുക്ക് താല്പര്യം വരാറില്ല. പിന്നെ കണ്ടിട്ടാണ് നമ്മൾ കെട്ടല്. കാണും മുമ്പ് നമ്മൾ കല്യാണം കഴിക്കലില്ല. കാണൽ പ്രത്യേകം സുന്നത്തുമാണ്. ഒന്ന് കണ്ട് സംസാരിച്ചു നോക്കി, ഭംഗിയുണ്ട്, സംസാരത്തിന് കുഴപ്പമൊന്നുമില്ല, ഹൃദയത്തിൽ അവളോട് ഇഷ്ടം വന്നു, ഇനി നിനക്ക് കെട്ടാം, അതിന് കാണാൻ നീ പോകാനെങ്കിലും തയ്യാറാകണം.
കാണാൻ വിളിച്ചാൽ നീ ചെല്ലണം, ഡ്രസ് മാറണം, നീ കുളിക്കണം, നീ ഒരുങ്ങണം, അവളെ കാണാൻ വണ്ടിയിൽ കയറി നീ പോകണം. അവൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ കല്യാണം നടക്കില്ല. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുൽക്കണമെങ്കിൽ ഒന്നറിയണം, പരിചയപ്പെടണം. അല്ലാഹ് കാണിച്ചു തരണേ, അല്ലാഹ് കാണിച്ചു തരണേ, അല്ലാഹ് കാണിച്ചു തരണേ, അല്ലാഹ്. അതിന് ഒന്നൊരുങ്ങി സാറ്റും തുണിയൊക്കെ ഒന്ന് മാറി, ഒന്ന് കുളിച്ച്, ഒന്ന് ഫ്രഷായി, ഒന്ന് കാണാൻ പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനു പല മരുന്നും കൂടെ ഉണ്ടാകണം. അതിന് ഏത് വണ്ടി പോവും? ഏതായാലും ഈ ലോകം അതും ഇതൊക്കെ കാണാനുള്ള ലോക. ഈ കണ്ണ് അതിനുള്ളതാ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണത് കാണാൻ തന്നെ. അതിനൊക്കെ മാധ്യമങ്ങൾ നമ്മൾ സ്വീകരിച്ചുവെങ്കിൽ ഈ ലോക സൗന്ദര്യത്തെ കാണാൻ യാത്ര ചെയ്യുന്നവനാണ് മുഅ്മിൻ, അതാണ് മുസ്ലിം. ഭൗതിക ലോകത്ത് പലവരും പലതിനും യാത്ര ചെയ്യുമ്പോ നമ്മുടെ എല്ലാ യാത്രയുടെയും ആകത്തുക മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. ഒന്ന് ഇളകി വെക്കുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ചില കുട്ടികൾ ഇൻട്രസ്റ്റ് ഇല്ലാതാവുമ്പോ ഒരു കുളത്ത് കുന്തിയാ മതി, അപ്പൊ കുട്ടിക്ക് ഇൻട്രസ്റ്റ് കൂടും. ഒരു നിലക്കും കുട്ടി പഠിക്കൂല, ഒരു ആവേശമില്ല, നീന്തറിയും വേണം. അപ്പൊ കുളത്തിന്റെ അടുത്ത് ഒരൊറ്റ അപ്പൊ കാണാൻ ഓൻ ഇങ്ങനെ ചട കുടഞ്ഞ് സെറ്റപ്പായി. ജഡത്തെ ഒന്ന് ഇളക്കണം, അല്ലെങ്കിൽ ഒരൊറ്റ ഒന്ന് കൊടുത്താൽ മതി, പിന്നെ ഉഷാറാവും. അല്ലെങ്കിൽ ഒരു പട്ടി പിന്നാലെ വണ്ടിയാ മതി, എന്നാ പോലെ നിങ്ങൾക്ക് ആവേശമൊക്കെ അപ്പ വരും. ഞമ്മക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ വിഷയത്തിൽ ഒരു പ്രത്യേക ഒരു വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ലതാ. ഇതൊരു സംഭവം ആയോക്കട്ടെ. പട്ടി പിന്നാലെ കൂടിയാൽ എന്തെങ്ങളെ കൈ ഇരിക്കണവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുതിക്കൂലേ, മതിലൊക്കെ എടുത്ത് ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോണ പൂക്ക് കണ്ട ടോപ്പായിരിക്കും, പറക്കുവൻ. അവന്റെ ഇഖ്ലാസിനെ മറികടക്കാൻ ഒരു കുട്ടിക്കും കഴിയില്ല. ആരും ഫോൺ ചെയ്തിട്ട് കൊടുക്കൂല. ഇപ്പൊ ഈ വയലൊക്കെ കേൾക്കുമ്പോ കോള് വന്ന അപ്പൊ അതും ഇങ്ങനെ അങ്ങനെയാണ് പോകും, അങ്ങനെയാണ് പോകും. ഇപ്പൊക്കെ ആണെങ്കിൽ എന്താ നമ്മൾ ഈ വിഷയത്തിൽ പ്രത്യേക സെറ്റപ്പ് ഒന്നുമില്ല. അതെ പിന്നാലെ പട്ടി വണ്ടി കഴിഞ്ഞാൽ ആരെയും കോള് മൊബൈൽ വലിച്ചത് ഈ വാലക്കട മൂട്, എന്നിട്ട് ഒഴിഞ്ഞു വണ്ടു ഉറപ്പാണ്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് വലാല് പിന്നെ പോണില്ലെങ്കിൽ ചെരുപ്പ് രണ്ടും മാറ്റിയിട്ട് പിന്നെ ചെരുപ്പില്ലാതെ വന്നു. എന്റെ ചെരുപ്പ് അതിന് തടസ്സമാണോ? ചെരുപ്പ് വേണ്ട, എനിക്ക് മൊബൈൽ, ഈ പട്ടിന്റെ കൊടുങ്ങ മൊബൈലും വേണ്ട. വാച്ചൊക്കെ മനുഷ്യൻ കൂലി വലിച്ചെറിഞ്ഞിട്ട് ഷർട്ടൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് മണ്ടു. തോട്ടിലും കുളത്തിലും ഒക്കെ ചാടി നീന്തി. എന്താ സംഭവം? അതിനെ പിടിക്കോ, എനിക്കൊന്നും വേണ്ട. ഇങ്ങനെ വലിയ ഒരു പട്ടി നമ്മുടെ പിറകിലുണ്ട്. ഇബ്ലീസ് വഖാലിഫിൻ നഫ്സ ശൈത്വാന വഅസ്വിഹിമാ فإنهما معنا كالنصح فالتهيم مولاي